ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 170 കൂടുതൽ ചെടികൾ കാണിക്കുന്നുണ്ട്. 20 രൂപയിലാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 20 രൂപ മുതൽ നല്ല റേറ്റിൽ വരെ വരുന്ന ചെടികൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് മാത്രം സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫർ 1 വീക്കിലേക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിനിമം 5 പ്ലാന്റ്സ് ആണ് കേട്ടോ. അതായത് ചെറിയ റേറ്റിലുള്ള പ്ലാന്റ്സ് മിനിമം 5 പ്ലാന്റ്സ് ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണാണെങ്കിലും വാങ്ങാവുന്നതാണ്. ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പം പിന്നെ നമ്മുടെ വീഡിയോയിൽ ഓരോ പ്ലാന്റ്സിൻ്റെ നെയിമും അതിൻ്റെ റേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനും ഇനി പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് കേൾക്കാത്തവർക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും റേറ്റൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാറുണ്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് കറക്റ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമെന്നുള്ളത്. നമ്മളിതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടോ പ്ലാന്റ്സൊക്കെ അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം. ആദ്യത്തെ പ്ലാന്റ് കടമ്പയുടെ ഡോർഫ് വെറൈറ്റി ആണ് കേട്ടോ. കടമ്പയുടെ വലിയ പ്ലാന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതിൻ്റെ തന്നെ കുറ്റിയായിട്ട് നിൽക്കുന്ന ചെറിയ ഹൈറ്റ് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. 100 രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ റെഡും വൈറ്റും നോർമൽ വെറൈറ്റീസ്, ഓർഡിനറി വെറൈറ്റീസ് അല്ലെങ്കിൽ നാടൻ ഇനങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വൈറ്റ് വരുന്നത് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടാവുന്ന വെറൈറ്റീസാണ്. അപ്പോൾ ഇതിന് ഒരു പ്ലാന്റിന് നമുക്ക് 70 രൂപ വെച്ചാണ് റേറ്റ് വരുന്നത്. വൈറ്റിനാണെങ്കിലും റെഡിനാണെങ്കിലും 70 രൂപയാണ്. അപ്പോൾ ഏത് കളറാണ് ആവശ്യമുള്ളതെന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇതൊരു വെറൈറ്റി ജാസ്മിൻ ആണ് കേട്ടോ. സ്റ്റാർ ജാസ്മിൻ എന്നാണ് ഈ ഒരു ജാസ്മിൻ വെറൈറ്റിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ല അടുക്കിയുള്ള പെറ്റൽസും ആണ് വരുന്നത്. ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ. നല്ലൊരു വെറൈറ്റി ജാസ്മിൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ അയച്ചു തരുവാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് സ്മോക്കിംഗ് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഇതിലൊരു ഫ്ലവർ കണ്ടില്ലേ, ഈ ഫ്ലവർ വിരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ നനയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ അതിനകത്തുനിന്ന് പുക പോലെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ സ്മോക്കിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് 50 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇത് നാനോക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് യുജീനിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് യുജീനിയയുടെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗിലാണ് അയക്കുന്നത്. ഈ മിക്സ് ഒന്നും കളയാതെ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ പ്ലാന്റിന് 100 രൂപ റേറ്റ് വരും. ഇത് നമ്മുടെ ട്രംപറ്റ് ക്രീപ്പറാണ് കേട്ടോ. ചൈനീസ് ട്രംപറ്റ് ക്രീപ്പർ എന്ന് പറയും. നല്ല ഓറഞ്ച് കളറിൽ പൂക്കളുണ്ടാകുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയും വലിയ പ്ലാന്റ് ഉണ്ട്, അതും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്, ചെറിയ സൈസാണ്. അപ്പോൾ ഈ സൈസ് വേണ്ടവർക്കും ഓർഡർ ചെയ്യാം. ഇനി പ്ലെക്ട്രാന്തസിൻ്റെ 2 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കളർ നമ്മൾ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് പുതിയൊരു കളറാണ്, ഒരു ബ്ലൂ കൂടിയ കളറാണ് കേട്ടോ. 25 രൂപ റേറ്റ് വരുന്നുള്ളൂ. നേരത്തെ നമ്മൾ ഈ ഒരു കളറായിരുന്നു കാണിച്ചത്. ഇതൊരു റോസ് പോലത്തെ കളറാണ്. ആദ്യം കാണിച്ചൊരു ബ്ലൂ അല്ലെങ്കിൽ ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഏതാണെങ്കിലും 25 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇതുപോലെ സിംഗിൾ പെറ്റലിൽ പൂക്കൾ വരുന്ന ഒരുപാട് ഇക്സോറ വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ചെത്തി എന്നൊക്കെ പറയുന്ന ചെടി. ഇതുപോലെ ഡബിൾ പെറ്റലിൽ പൂക്കൾ വരുന്ന അല്ലെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് പൂക്കൾ വരുന്ന ഈ ഒരു ഇക്സോറ ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഇനി കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഈ പ്ലാന്റ് വളർത്താം കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് സെയിലിനുണ്ട്. അതിങ്ങനെ അടുക്കടുക്കായിട്ട് ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഓരോ തുമ്പത്തും അല്ല, ഈ ഒരു നോട്ട്സിൻ്റെയൊക്കെ ഇടഭാഗത്തൂടെയൊക്കെ ഇതുപോലെ പൂക്കളുണ്ടാവും. ഈ സെയിം സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഗാൽഫീമിയ ചെടിയാണ് കേട്ടോ. ഇതാണ് ഗാൽഫീമിയയുടെ പ്ലാന്റ്. ഇതിനകത്ത് ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും. അധികം കെയറിങ് ഇല്ലാതെ മടിയുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ. പോട്ടിൽ വളർത്താം. ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് 100 രൂപയാണ്. അടുത്തത് ഇതൊരു ഡെയ്സി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡെയ്സി പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്തത് ഐസ്ലാൻഡ് ക്രീപ്പറാണ്. ഇതൊരു നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഡിമാൻഡുള്ളൊരു ക്രീപ്പർ പ്ലാന്റ്. പെട്ടെന്ന് വളർന്നു വന്ന് പൂക്കില്ല, കുറച്ച് സമയമെടുക്കും. ഇതിൻ്റെ മൂത്ത് വന്നിട്ടുള്ള തണ്ടുകളിലാണ് പൂക്കൾ പിടിച്ച് തുടങ്ങുക. വേര് മുതൽ അറ്റം വരെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഐസ്ലാൻഡ് ക്രീപ്പറിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്.
അടുത്തത് ഇതാണ് യുജീനിയ പ്ലാന്റ് കേട്ടോ. യുജീനിയ പ്ലാന്റിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. എന്ത് രസമാണെന്ന് നോക്കി ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ. ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 110 രൂപയാണ്. നല്ല ബുഷിയായിട്ട് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് ഫിലോഡെൻഡ്രൻ്റെ പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ലീഫിൽ വലുതായി വരുമ്പോഴേക്കും വരുന്നത്. ഇതിന് 100 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ഏഞ്ചൽ വിങ് ബിഗോണിയ ആണ് കേട്ടോ. നല്ല ഡോട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ബിഗോണിയ, ഓറഞ്ച് കളറിലാണ് ഇതിൽ ഫ്ലവേഴ്സ് വരുന്നത്. ഈ ബിഗോണിയയുടെ ഈ സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ബോർഡർ പ്ലാന്റ് ആണ്. ഇതിന് 20 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത്യാവശ്യം വളർച്ചയൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റയോ പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 30 രൂപ വെച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പ്ലെക്ട്രാന്തസ് ആണ് കേട്ടോ. പ്ലെക്ട്രാന്തസ് നമുക്കറിയാമല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ ചെറിയ ചെടികളുണ്ട്. 25 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് മാൻഡിവില്ലയുടെ ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള യെല്ലോ ആണ് കേട്ടോ. ഇതിന് 300 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ്. ഇനി അടുത്തത് മാൻഡിവില്ലയുടെ ലൈറ്റ് റോസും റെഡും അതിൻ്റെ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പിങ്കിന് 290 റെഡിന് 300 രൂപയുമാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബൊഹീനിയ ചെടികളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ടൈമാണ്. ഇതിൻ്റെ ചെറിയ ചെടികൾ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ ചെടികൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇനി വരുന്നത് റോസിഡോ പ്ലാന്റ്സ് ആണ്. റോസിഡോൻ്റെ റെഡും യെല്ലോയും വൈറ്റും ആണ് പ്ലാന്റ്സ് ഉള്ളത്. ഇത് റെഡ് കളറിൻ്റെ പ്ലാന്റ് സൈസാണ്. 100 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് റോസിഡോയിൻ്റെ യെല്ലോയാണ്. യെല്ലോയിൻ്റെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. നമുക്ക് 80 രൂപയാണ് റോസിഡോ യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് റോസിഡോയിൻ്റെ വൈറ്റ് ആണ്. വൈറ്റിൻ്റെ പ്ലാന്റിന് നമുക്ക് 120 രൂപയാണ് റേറ്റ് വരുന്നത്. റോസിഡോ വൈറ്റ് കുറച്ചും കൂടി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. കുറച്ചും കൂടി റേറ്റ് വരുന്ന പ്ലാന്റും ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ ഓഫർ ഉണ്ട്, എല്ലാവരും കാണണേ. ഇനി അടുത്തത് മാൻഡിവില്ലയുടെ 2 ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഒന്നിതാണ്, ഇത് പിങ്ക് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. പിന്നെ വരുന്നത് മാൻഡിവില്ലയുടെ വൈറ്റ് ആണ്. വൈറ്റ് പൂക്കൾ ഉണ്ടാകുന്ന മാൻഡിവില്ലയ്ക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇനി മേപ്പിൾസ് പ്ലാന്റ് കാണാം കേട്ടോ. ഇതാണ് റെഡ് മേപ്പിൾസ്. ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് 1100 രൂപ റേറ്റ് വരുന്നുണ്ട്. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഗ്രീൻ മേപ്പിൾസും ഉണ്ട്. ഇതിനും നമുക്ക് 1050 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ബോൺസായി ഒക്കെ ആക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പോട്ടോടു കൂടി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അടുത്ത പ്ലാന്റ് പച്ചിറയാണ് കേട്ടോ. പച്ചിറയുടെ ബോൺസായി ആണ് വരുന്നത്. ഇതിന് നമുക്ക് 900 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ബബിൾസ് ആണ് കേട്ടോ. ബബിൾസിൻ്റെ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ്. ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളേഴ്സ് കാണിച്ചു തരാം. ഈ കളേഴ്സിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് അയച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൽ തന്നെ 1, 2, 3, 4 അങ്ങനെ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറും കൂടി കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് അയച്ചു തരാം. ഒരെണ്ണത്തിന് 25 രൂപ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫറിൽ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് 6 കളർ ഇതിനകത്ത് ടോട്ടൽ വരുന്നുണ്ട്. ഇതെല്ലാം വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കാം. ഇനി അടുത്തത് ഇതൊരു മരാന്തയാണ് കേട്ടോ. കലാത്തിയുടെ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആ പോട്ടിൽ വരുന്ന നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇനി അടുത്തത് സിനേറിയ, അല്ലെങ്കിൽ കറക്റ്റ് പേര് സെനേഷ്യോ പ്ലാന്റ് എന്നാണ്. ഇതിൻ്റെ 2 വെറൈറ്റിയാണ് വരുന്നത്. ഗ്രീനും പിന്നെ ദാ ഈ കാണുന്ന ഒരു ഓഫ് ഗ്രീൻ കളറും. നല്ല വെറൈറ്റീസാണ്. ഒരെണ്ണത്തിന് നമുക്ക് 30 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് പെപ്രോമിയാസ് ആണ് കേട്ടോ. ദാ ഈ കാണുന്ന ബേബി റബ്ബർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന പെപ്രോമിയാസ്. അതിൻ്റെ വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ദാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതും ഉണ്ട്. ഇതിന് നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വാക്സ് ടൈപ്പിലുള്ള ഇംഗ്ലീഷ് ഐവിയാണ്. ഇതിൻ്റെ പ്ലാന്റിന് 25 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഗ്രീനിൽ നിന്ന് ഈ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നാടൻ അക്കിമിനസ് ആണ് കേട്ടോ. ആദ്യം ഈ കാണുന്നത് നല്ലൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ്, ഒരു ഉജാലയുടെ ഒക്കെ കളർ ഉണ്ടല്ലോ, ലൈറ്റ് ആയിട്ടുള്ള കളറ്, അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് കുറച്ച് മെലിഞ്ഞ് നീണ്ടിട്ടുള്ള ഒരു ബ്ലൂ കളറുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് തന്നെ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ്. നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 30 രൂപയാണ്.
ഇനി അടുത്തത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണല്ലേ ഹോയ. അപ്പോൾ ഹോയയുടെ ചെടികൾ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ തരുന്നത്. ഇതൊരു ലൈറ്റ് റോസ് കളറാണ്. ഇത് കാർണോസയുടെ നല്ലൊരു ഡാർക്ക് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ്സ് മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ തരുന്നുള്ളൂ. പിന്നെ വരുന്നത് നല്ല വൈറ്റ് കളറിൽ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. നല്ല ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫൊക്കെ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റിക്ക് 40 രൂപ വെച്ചാണ് റേറ്റ്. ഇത് അക്കാലിഫ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ റെഡ് ക്യാറ്റ് സ്റ്റൈൽ എന്ന് പറയും. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കവറിൽ വരുന്ന പ്ലാന്റും ഉണ്ട്. ഇതുപോലെ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 25 രൂപയാണ്. ഇത് സ്ലീപ്പിംഗ് ഡിസ്റ്റിഡി അല്ലെങ്കിൽ കിഡ്നി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് സ്യൂഡോ റിപ്സാലിസ് ക്യാക്ടസ് ആണ്. ഈ ക്യാക്ടസിൻ്റെ സൈഡിലൂടെ നല്ലൊരു പേൾസും വരും. വൈറ്റ് കളറിലാണ് പേൾ വരുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന സ്റ്റെം എല്ലാം റെഡ് കളറിലേക്ക് മാറും. അതിനുശേഷമാണ് ആ പേൾസ് വരുന്നത് വൈറ്റ് കളറിൽ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 40 രൂപയെ ഓഫർ റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണ്. ഇത് പോട്ടിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഇതുപോലെ ഗ്രോത്ത് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്. നമ്മൾ 60 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് തരുന്നത്. ഓഫർ റേറ്റിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ നമ്മൾ ഈ പ്ലാന്റ് തരുള്ളൂ. കുറച്ചും കൂടി റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇത് പോട്ടിൽ നിന്ന് പെട്ടെന്നൊന്നും മാറ്റണമെന്നില്ല കേട്ടോ. ഇത് ഫിലോഡൻഡ്രൻ്റെ സ്നോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് 200 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ അയച്ചു തരുന്നത്. നല്ലൊരു ഓഫർ റേറ്റ് ആണ്. നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇനി അടുത്തത് വരുന്നത് ആന്തൂര്യത്തിൻ്റെ ക്ലാരിനർവം എന്ന് പറയുന്ന ഒരു ലീഫ് വെറൈറ്റി ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഒരു 2000 രൂപയൊക്കെ റേറ്റ് വരും. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ 300 രൂപയ്ക്കാണ് കേട്ടോ അയച്ചു തരുന്നത്. അടുത്തത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ജിഫി ബാഗിലുള്ള പ്ലാന്റിന് 50 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. സ്റ്റെമ്മ് മാത്രമായിട്ടല്ല കേട്ടോ. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇത് നമുക്ക് മണലൊക്കെ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് നടാവുന്നതേ ഉള്ളൂ. നമ്മൾ ക്രിപ്റ്റാന്തസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് കണ്ടിട്ടില്ലേ. ഇത് ഇച്ചിരി ഒരു കളർ ഡിം ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഒരു റൂട്ട് വന്നിട്ടുള്ളതൊക്കെ കണ്ടില്ലേ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ബേബി സൺറോസ്. ബേബി സൺറോസിൻ്റെ നല്ല പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത്. 25 രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് അയച്ചു തരുന്നത്. ഇത് സിങ്കോണിയം ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് 30 രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരാൻ പോകുന്നത്. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയ തൈകൾ അവൈലബിൾ ആണ്. ചെറിയ തൈകൾ എന്ന് പറഞ്ഞാൽ ജിഫി ബാഗ് ചെറുതാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. 30 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇത് സിങ്കോണിയാണ് കേട്ടോ. സിങ്കോണിയത്തിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഓഫർ 1 വീക്കിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പേൾ ഗ്രാസിൻ്റെ നോർമൽ വെറൈറ്റി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ വൈറ്റ് ഷെയ്ഡും കൂടി വന്നാൽ എത്ര ഭംഗിയായിരിക്കും എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് 60 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇത് വോൾ ക്രീപ്പറിൻ്റെ വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഗ്രീനിൽ വൈറ്റും കൂടി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് വോൾ ക്രീപ്പറിൻ്റെ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പോട്ടിൽ വരുന്ന പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ഫൈക്കസ് റാഡിക്കൻസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇത് ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കാൻ കൂടി പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇനി അടുത്തത് ബോവർവൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഈ സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. 50 രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ലീഫിൽ ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇനി അടുത്തത് വരുന്നത് ഇതുപോലുള്ളൊരു സക്ലൻ പ്ലാന്റ് ആണ്. നമുക്കറിയാം അല്ലേ, ജെഡ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് തെച്ചിയാണ്, അല്ലെങ്കിൽ തീക്സോറ പ്ലാന്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ. അതിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ ഡബിൾ ലെയറിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ഇതുപോലെ ഇതിന് നമുക്ക് 120 രൂപ റേറ്റ് വരുന്നുണ്ട്. എല്ലാം നല്ല വലിപ്പത്തിലുള്ള ചെടികളാണ് കേട്ടോ.
അടുത്തതൊരു ലൈറ്റ് റോസ് കളറാണ്. അതുപോലെ തന്നെ നല്ല റെഡ് കളറിൽ നീണ്ട് മെലിഞ്ഞ് പൂവായിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. ഇതിനൊക്കെ 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. വെറും 40 രൂപ മാത്രമേ ഈ ഒരു പുതിയ വെറൈറ്റിക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നല്ല ഡാർക്കും ഓറഞ്ചും കൂടിയുള്ള ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത്. ഇനി അടുത്തത് റെഡ് ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് റെയറാണ്, അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വെറൈറ്റി അല്ല. ഇത് നമ്മൾ ഈ ഒരു ഓഫറിൽ മാത്രം 80 രൂപയ്ക്ക് അയച്ചു തരുന്നതായിരിക്കും. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. മാക്സിമം ഈ ഒരു സൈസാണ് നമുക്ക് വരുന്നുള്ളൂ. അടുത്തത് കൊടുവേലിയുടെ വൈറ്റ് ആണ്. ഇതിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ചെറുതാണ് കേട്ടോ. ഈ ഒരു സൈസൊക്കെ വരുന്നുള്ളൂ. ചെറിയ ഗ്രോ ബാഗിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. 35 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ലൈറ്റ് റോസ് കളറിൽ കുഞ്ഞു പൂക്കളുണ്ടാവുന്ന സ്നോ റോസ് വെറൈറ്റിയാണ്. 50 രൂപയാണ് ഈ വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് ജോൺസ് ക്രീപ്പറാണ്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് കേട്ടോ. ഇത് മിനിയേച്ചർ അലമാൻഡയുടെ യെല്ലോ കളറാണ്. ഒത്തിരി ഹൈറ്റ് വയ്ക്കാത്ത ഡോർഫ് വെറൈറ്റി ആണ്. ഇതിന് നമുക്ക് 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇത് അലമാൻഡയുടെ റെഡാണ് കേട്ടോ. നല്ല വലിപ്പം വരുന്ന ചെടിയാണ്. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കും, നമുക്ക് വെട്ടി കുറ്റിയായിട്ട് നിർത്താൻ പറ്റും. 160 റേറ്റ് വരുന്നത്. ഇത് അതിൻ്റെ തന്നെ പീച്ച് കളറാണ്. പീച്ച് കളറിന് നമുക്ക് 150 റേറ്റ്. ഇത് കുറച്ചുകൂടി റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കളറല്ല. ഇതിൻ്റെ പ്ലാന്റ്സ് ഒത്തിരി ബുഷായതല്ല, പക്ഷെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കളറിന് നമുക്ക് 170 രൂപ റേറ്റ് വരുന്നുണ്ട്. ബഡ്സ് ആയിരിക്കുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ്, വിരിഞ്ഞ് വരുമ്പം നല്ല വൈറ്റ് ആണ് കേട്ടോ. ഇനി വരുന്നത് വേറൊരു കളർ വരുന്നത് വെരിഗേറ്റഡ് ആണ്. ഇതാണ് വൈറ്റ് വരുന്നത്. വെരിഗേറ്റഡ് ഈ ഒരു സൈസ് ഡോർഫ് വെറൈറ്റി ആണ്. ഇതിന് നമുക്ക് 160 റേറ്റ് വരുന്നത്. ഇത് വെറോണിക്ക പ്ലാന്റ് ആണ്. നല്ല ബ്ലൂ കളറുള്ള ഫ്ലവറാണ്. 130 റേറ്റ്. ഇതാണ് വെറോണിക്കയിൽ വരുന്ന ഫ്ലവേഴ്സ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഗാർഡൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പോട്ടിൽ നട്ടിട്ട് ഒന്ന് സേഫാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിനകത്ത് മുള്ളുണ്ട്. ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ഊട്ടി റോസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ്. ഈ പ്ലാന്റ് കണ്ടിട്ടുള്ളവരുണ്ടാവും. ഇതിന് കടമ്പ എന്നാണ് പറയുന്നത്. കടമ്പ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ. ക്യാൻസർ രോഗങ്ങൾക്ക് പോലും ഈ ഒരു പ്ലാന്റിൻ്റെ പല ഭാഗങ്ങളും ഫ്ലവർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കടമ്പയുടെ ഡോർഫ് വെറൈറ്റിയാണ്. അധികം ഹൈറ്റ് വയ്ക്കാത്ത വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ജസ്റ്റ് കാണാൻ ഭംഗിക്ക് മാത്രമല്ല, ഒരുപാട് യൂസ് ഉള്ള പ്ലാന്റ് കൂടിയാണ്. ഇതിന് പക്ഷേ നമുക്ക് 1000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് തുമ്പർജിയ ഇറക്റ്റയുടെ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ഉണ്ട്. ഈ ഒരു പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ്. നാച്ചുറലി ഇതുപോലെ ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റ് അല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. നമ്മുടെ മുടിയൊക്കെ 4 പിന്നൽ ഇട്ടതുപോലെ നല്ല ഭംഗിയായിട്ട് ഉള്ളൊരു പ്ലാന്റ്, വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി എടുത്തേക്കുന്ന ഒരു പ്ലാന്റ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 750 രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. പച്ചിറ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇത് ബബിൾ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഒത്തിരി തന്നിട്ടുണ്ട് അല്ലേ. ഇനി പോട്ട് സൈസിലുള്ള പ്ലാന്റിന് 45 രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇത് ഇലിയോകാർപ്പസിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിറയെ പൂക്കളുണ്ടാവുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. ഇതിൻ്റെ 2 സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നിപ്പോൾ പൂക്കാറായിട്ടുള്ള ചെടി 350 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഒന്ന് ചെറിയ ചെടി. ആ 350 രൂപയുടെ ചെടി വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ ചെടി വാങ്ങാം. ഇതിന് 80 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ഏഷ്യാറ്റിക് ജാസ്മിൻ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. വൈറ്റ് കളറിൽ ഇതിൻ്റെ ലീഫൊക്കെ മാറും. 70 രൂപയാണ് റേറ്റ്. അടുത്തത് കനകാംബരത്തിൻ്റെ റെഡാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെടികളാണ്. 50 രൂപയാണ് ഈ സൈസിലുള്ള ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത്. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റുന്ന നിറയെ പൂക്കളുണ്ടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ ഗ്ലോബ്. അപ്പോൾ ഗോൾഡൻ ഗ്ലോബിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. മെഡിനില്ലയുടെ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു വെറൈറ്റി അല്ല ഇത്.
ഈ വെറൈറ്റി കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിന് ആ സീഡ് വരുന്നില്ല, സീഡില്ലാതെ ഫ്ലവർ മാത്രമാണ് വരുന്നത്. ഒരു ലൈറ്റ് റോസ് കളറിലാണ് പൂക്കളുണ്ടാവുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ലീഫൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെയധികം വലിപ്പത്തിൽ പൂക്കൾ തരുന്ന ഒരു പാഷൻ ഫ്ലവർ വെറൈറ്റിയാണ് ഈ കാണുന്ന വയലറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി. നല്ല ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ. കുറച്ച് ദിവസം പൂക്കൾ നിന്ന് കഴിയുമ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലത്തെ കളറാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലീഫൊക്കെ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് കംബോഡിയൻ ഗ്രേപ്സിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരേ കുലയിൽ തന്നെ ഏകദേശം 1500ഓളം കായ്കൾ ഉണ്ടാവുന്ന നല്ലൊരു ഇനം ഗ്രേപ്സാണ് കംബോഡിയൻ ഗ്രേപ്സ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് ഈ ഓഫറിൽ നമ്മൾ 300 രൂപയ്ക്കാണ് കേട്ടോ അയച്ചു തരാൻ പോകുന്നത്. ഇതിലും റേറ്റ് നമുക്ക് നോർമലി ഈ പ്ലാന്റിനുണ്ട്, നല്ല റേറ്റ് കുറച്ചാണ് തരുന്നത്. ഇത് റോസ് ഗ്ലോറിയുടെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്ലാന്റിന് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മളിപ്പോൾ 70 രൂപയ്ക്കാണ് തരുന്നത്. ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നിറച്ച് പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അടുത്തത് വോൾ ക്രീപ്പറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഗ്രീൻ കളറാണ് ലീഫിന് വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു മതിലിൽ പടർത്താൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 10 പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിലൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പടർത്തി നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തത് വാട്ടർ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നല്ല വൈറ്റ് കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തതും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. പിച്ചകം എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് കേട്ടോ. ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് ബൊളീവിയൻ സൺസെറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈകൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 60 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഒട്ടും തന്നെ ചെറിയ ചെടികളില്ലാത്ത ഒരു പ്ലാന്റാണ് ഫിഷ് ബോൺ കാക്ടസ്. ചെറിയ ചെടികളെല്ലാം തീർന്നു, നമുക്ക് വലിയ ചെടികൾ മാത്രമേ ഉള്ളൂ. പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് അസാലിയയുടെ ചെടിയാണ്. അപ്പോൾ നമുക്ക് കളറൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ചൈനീസ് ബോൾസും ആണ്. ഇതിൻ്റെ മണ്ണിൽ പിടിപ്പിച്ചിട്ടുള്ള, അതായത് ഗ്രോ ബാഗിൽ ഇതുപോലെ പിടിപ്പിച്ചിട്ടുള്ള തൈയാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് 40 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് കരേസ എന്ന് പറയുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ്. ഗ്രീനും വൈറ്റും കൂടി ഷെയ്ഡാണ് വരുന്നത്. ഫ്ലവറൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ ഭംഗിയായിട്ട് നിന്നോളും. ഈ പ്ലാന്റിന് 120 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്ലാന്റ് അല്ല, നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. എക്സോകാരിയ എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണിത്. ഇതും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് 100 രൂപ റേറ്റ് വരും കേട്ടോ. ഇത് കമേലി യെല്ലോയാണ്. നല്ല ഡബിൾ പെറ്റലിൽ യെല്ലോ ജാസ്മിൻ പോലെ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെറിയ പ്ലാന്റ്സും നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ടുണ്ട്. വേണ്ടവർ വേഗം ഓർഡർ ചെയ്യണേ. മാൻഡിവില്ലയുടെ 250 റേറ്റ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ. ഇപ്പം നമുക്ക് 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കളേഴ്സ് കാണിച്ചു തരാം. വൈറ്റ്, റെഡ്, റോസ്, അങ്ങനെ 3 കളേഴ്സാണ് നമുക്ക് ആകെയുള്ളൂ. അപ്പം നമുക്ക് ഒരു പ്ലാന്റിന് 350 റേറ്റ് വരുന്ന ഹാങ്ങിങ് ബോട്ടിലുള്ള നല്ല ഫ്ലവേഴ്സൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണുള്ളത്. ഈ സൈസിലുള്ള പ്ലാന്റ് 350 ആണ് ഒരെണ്ണത്തിന് റേറ്റ്. ഇത് നമ്മുടെ കാർണിവോറസ് പ്ലാന്റ്, ഇരപിടിയൻ ചെടി. അപ്പം ഇതിൻ്റെ 500 രൂപയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ വെറും 40 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കറക്റ്റ് കണ്ടില്ലേ, നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്കുള്ളത്.
അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത്. 40 രൂപയെ ഇതുപോലെ പൂക്കളുണ്ടാവുന്ന ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇതുപോലത്തെ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഒരു കളറല്ല, കുറേ കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത്രയും കളേഴ്സിലുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഐക്യമെനസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരൂ കേട്ടോ. ഇത് നോർമൽ മെഡിനില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ സീഡൊക്കെ വരുന്ന വെറൈറ്റി, അപ്പോൾ അതിൻ്റെ ജിഫി ബാഗിലുള്ള സൈസാണിത്. ഇതിനും 50 രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള വെറൈറ്റിയാണ്. അടുത്തത് ഹോയയുടെ നൗമണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 70 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല അടിപൊളി പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്ന ഒരു വെറൈറ്റിയാണ്. മെലസ്റ്റോമയുടെ നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണിത്. ഇതിന് നമുക്ക് ഓഫറിൽ 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇത് നൈറ്റ് ക്യൂവിൻ്റെ വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റി. ഇതിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. പോട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ. ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ്സ് നമുക്കറിയാം ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. ഈ ഒരു കളറിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. നമുക്ക് 40 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തത് വരുന്നത് മർമലേഡ് ബുഷ് ആണ് കേട്ടോ. മർമലേഡ് ബുഷ് ഇതുപോലത്തെ പ്ലാന്റ്സ് ആണുള്ളത്. നമുക്ക് 90 രൂപ റേറ്റിൽ ഈ പ്ലാന്റ്സ് തരാൻ പറ്റും. ഈ ഒരു ഓഫറിൽ മാത്രമേ ഈ ഒരു റേറ്റിൽ തരുള്ളൂ കേട്ടോ. അടുത്തത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ്റെ പ്ലാന്റ് ആണ്. ഡോൾഫിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ ലീഫും ഉണ്ടാവുക. നല്ല രസമാണ് കാണാനായിട്ട്. 50 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സെമി ക്രീപ്പറാണ് ബിഗ്നോണിയ പ്ലാന്റ്. നല്ല വലിപ്പത്തിലുമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ ആയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി റേറ്റ് വരുന്നത്. പിത്തേസിലോബിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം നമുക്ക് ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല പിങ്ക് ഷെയ്ഡിൽ ഇതിൻ്റെ ലീഫ് മൊത്തം മാറും. മഴക്കാലം കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഗ്രോത്തായ പ്ലാന്റ് ആവണം. 330 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ റെഡ് ക്യാറ്റ് സ്റ്റൈൽ കാണിച്ചല്ലോ, അതിൻ്റെ തന്നെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് നമുക്ക് 50 രൂപ റേറ്റ് വരും കേട്ടോ. ഇതാണ് പവിഴമുല്ല. നമുക്കറിയാം അല്ലേ, പാരിജാതം പോലെ തന്നെ നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. പവിഴമുല്ലയുടെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് സൈസ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ തളിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ലെജിസ്റ്റോമിയയുടെ ഈ കാണുന്ന റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പം നമുക്ക് 100 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. 80 രൂപയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് സ്റ്റോക്ക് തീർന്നു കേട്ടോ. ഇപ്പം നമുക്ക് 100 രൂപ റേറ്റ് വരുന്ന ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സ് മാത്രമാണുള്ളത്. അടുത്തത് മധുമാലതിയാണ് കേട്ടോ. മധുമാലതിയുടെ സിംഗിൾ പെറ്റിൽ വരുന്ന ഫ്ലവേഴ്സ് തന്നെ, പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. ഇത് നോർമലാണ്, ഇത് ഹൈബ്രിഡ് ആണ്. ആ ഒരു കളർ ഡിഫറൻസ് കണ്ടില്ലേ. പിന്നെ ആ പെറ്റൽസിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങും ഒക്കെ മാറ്റമുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് ചൈനീസ് ട്രംപറ്റ് വൈൻ ആണ്. ഈ കാണുന്നതാണ് ട്രംപറ്റ് വൈൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റ് നമ്മൾ 100 രൂപയ്ക്കാണ് അയച്ചു തരാൻ പോകുന്നത്. ഇത് മിക്കി മൗസിൻ്റെ പ്ലാന്റ് ആണ്. 60 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇല്ല, ഞാനൊരു ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് വെച്ചേക്കാം കേട്ടോ. യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് നമുക്ക് 40 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്, ലീഫിൽ മാറ്റമുണ്ട് കേട്ടോ. കോവലിൻ്റെയൊക്കെ ലീഫില്ലേ, അതുപോലെയാണ് ലീഫ് ഉണ്ടാവുക. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മൾ 40 രൂപയ്ക്ക് തരാൻ പോകുന്നത്. ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് പ്രൊപ്പഗേഷനൊക്കെ അത്യാവശ്യം എളുപ്പമായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. അടുത്തത് മരമുല്ലയുടെ ഡോർഫ് വെറൈറ്റി ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 100 രൂപയാണ് ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. നോർമലി കാണുന്ന ലേഡി ഷൂ ആണിത്. ലേഡി ഷൂവിൻ്റെ ഈ ഒരു സൈസിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഈ ടൈപ്പിലുള്ള പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്.
ഇതാണ് ലോറോ പെറ്റാലം. ലോറോ പെറ്റാലത്തിൻ്റെ പ്ലാന്റ് 100 രൂപയുടെ സൈസിൽ വരുന്ന പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലോ നിലത്ത് തടമെടുത്തോ ഒക്കെ ഈ പ്ലാന്റ്സ് വളർത്താവുന്നതാണ്. പടർന്ന് കയറാൻ ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രം മതി. ഇനി വരുന്നത് ബോട്ടിൽ ബ്രഷ് ആണ് കേട്ടോ. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ബ്രഷ്. ഇതിൻ്റെ ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ, ഒരുപാട് വലുതല്ല. ഇത് നമുക്ക് മതിലിന് പുറത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇനി അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ്. യെല്ലോ മെലസ്റ്റോമയുടെ 60 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തളിർപ്പൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ നീലക്കൊടുവേലി കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ ഫ്ലവറാണ് റെഡ് കൊടുവേലിക്കും ഉള്ളത്. പക്ഷേ ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നീലക്കൊടുവേലിയുടെ ലീഫ് കുറച്ചും കൂടി ചെറുതാണ്, റെഡിൻ്റെത് ലീഫ് നല്ല വലിപ്പമുണ്ട്. പക്ഷേ ഫ്ലവർ കറക്റ്റാണ് കേട്ടോ. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പാഷൻ ഫ്ലവർ ആണ്, അല്ലെങ്കിൽ കൃഷ്ണകമലം എന്ന് പറയും. ബ്ലൂ കളറാണിത്. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ചൈനീസ് റെഡ് ഹാറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ചട്ടിയിൽ നട്ട് വെട്ടി കുറ്റിയായിട്ട് നിർത്താം. ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവും. 50 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. മെലസ്റ്റോമയ്ക്ക് വേരിഗേറ്റഡ് വെറൈറ്റിയും ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നാളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത കാലത്തൊന്നും റേറ്റ് കുറയില്ലാത്ത ഒരു മെഡിനില്ലയുടെ വെറൈറ്റിയാണ് ഈ കാണുന്ന മെഡിനില്ല മാഗ്നിഫിക്ക. നല്ല ഭംഗിയായിട്ടുള്ള, നമ്മൾ കാണുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള മെഡിനില്ല വെറൈറ്റിയാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് തന്നെ നമുക്ക് 1250 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളല്ലോ. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയ, ലൈറ്റ് ബ്ലൂവും റോസും ഒക്കെ വരുന്ന കളേഴ്സിൽ വരുന്ന ഹൈഡ്രാഞ്ചിയ. ആ ഒരു ഹൈഡ്രാഞ്ചിയയ്ക്ക് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ വയലറ്റ് ജാസ്മിൻ. വയലറ്റ് ജാസ്മിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണുള്ളത്. ഇനി അടുത്തത് നന്ദ്യാർവട്ടത്തിൻ്റെ ഡബിൾ പെറ്റിൽ വരുന്ന വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 60 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഉണങ്ങിയതുപോലെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റില്ലേ, ഇത് നല്ല പച്ച ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിന് ഈ കളറാണ് വരുന്നത്. ചുവടുഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉണങ്ങിയതല്ലാന്ന്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുള്ളൂ. ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. 60 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈന് നമുക്ക് 45 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ്. ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും. ഇനി അടുത്തത് ക്യാറ്റ്സ് ഗ്ലോ ആണ്. ക്യാറ്റ്സ് ഗ്ലോയും ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പോൾ ക്യാറ്റ്സ് ഗ്ലോയിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. വൈറ്റ് ലോലിപോപ്പിൻ്റെ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് 40 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല വെള്ള കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇത്. അടുത്തത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിലും നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വിരിഞ്ഞു വരുന്ന പൂക്കളല്ല, മ്യൂസിക്കൽ നോട്ട്സ് പോലെ തന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് വിരിയും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നമുക്ക് 60 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് സ്റ്റാർ ജാസ്മിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് മഡഗാസ്കറിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി എന്നും പറയുന്നുണ്ട്. പക്ഷേ രണ്ട് പ്ലാന്റ്സിനും തമ്മിൽ വലിയ സിമിലാരിറ്റി ഇല്ല. ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലിൻ്റെ കാര്യത്തിൽ രണ്ട് പ്ലാന്റ്സും നല്ല അടിപൊളിയാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 60 രൂപയാണ് റേറ്റ്. അടുത്തത് ജാപ്പനീസ് ഹണിസക്കിളിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനും 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലാന്റ്സിൻ്റെ സൈസ്. ചെറുതായിരിക്കുമ്പോൾ തൊട്ട് പൂക്കളുണ്ടാവുന്ന നല്ല സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് സാംബക്കസിൻ്റെ പ്ലാന്റ്. വൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന നല്ലൊരു കുറ്റിച്ചെടിയാണിത്. നമുക്ക് പോട്ടിലാണെങ്കിലും നിലത്ത് തടമെടുത്താണെങ്കിലും വെട്ടി ഒതുക്കി നിർത്താവുന്ന ഒരു പ്ലാന്റുമാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഡോംബെയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഡോംബെയ പ്ലാന്റിൽ ലൈറ്റ് റോസ് കളറിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. 120 ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ
ഈ കാണുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ. ഇതിൻ്റെ ഇലകൾ ഭംഗിയാണെന്ന് മാത്രമല്ല, ഇതുപോലെ നൂലുകളായിട്ട് പിങ്ക് ഷെയ്ഡിൽ ഒരുപാട് ഹാങ് ചെയ്ത് കിടക്കും. നല്ല ഭംഗിയാണ് കാണാൻ. 55 രൂപയാണ് ഇതിന് ഓഫർ റേറ്റ് വരുന്നത്. ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഈ കളറിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഗാർഡേനിയയുടെ യെല്ലോ കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. 3 ദിവസം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കളറിലായിരിക്കും പൂക്കൾ കാണുക. ഓറഞ്ച്, യെല്ലോ, വൈറ്റ് അങ്ങനെ 3 കളറിൽ പൂക്കൾ കാണാൻ പറ്റും. 70 രൂപയാണ് ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. യെസ്റ്റർഡേ ടുഡേൻ്റെ 3 ദിവസം 3 കളറിൽ തന്നെ പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് ക്ലെറോഡെൻഡ്രോൺ അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നറിയപ്പെടുന്ന ചെടി. ഈ സൈസിലുള്ള ക്ലെറോഡെൻഡ്രോണിൻ്റെ പ്ലാന്റിന് 40 രൂപ മാത്രമേ നമുക്ക് ഓഫർ റേറ്റ് വരുന്നുള്ളൂ. അധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റും അങ്ങനെ തന്നെയാണ്, അധികം കെയർ ചെയ്യാതെ വളർത്താം. ആമസോൺ ബ്ലൂ എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. ഗ്രീൻ കളറുള്ള ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ്. ഇതാണ് ബൊഹീനിയ പ്ലാന്റ്. ബൊഹീനിയ പ്ലാന്റ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. നമ്മൾ 390 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ഈ ഒരാഴ്ചത്തേക്ക് 350 രൂപയ്ക്ക് തരുന്നതായിരിക്കും. ഇതൊരു ഓഫർ റേറ്റ് ആണ് കേട്ടോ. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്ലാന്റ് ഒരിക്കലും ഈ ഒരു റേറ്റിൽ കിട്ടില്ല. ഇത് അത്യാവശ്യം മണ്ണ് വെച്ചിട്ട് അയക്കേണ്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റിന് സെപ്പറേറ്റ് നമുക്ക് കൊറിയർ ചാർജ് വരും കേട്ടോ. അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഇതിന്. അടുത്തത് നമുക്കൊരു കുറ്റിച്ചെടിയാണ്. നേരത്തെ നമ്മൾ യെസ്റ്റർഡേ ടുഡേ കണ്ടു അല്ലേ, അതിൻ്റെ നാടൻ വെറൈറ്റി ആണിത്. അതായത് പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള വെറൈറ്റി. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് മെക്സിക്കൻ ഫ്ലെയിം. ആദ്യകാലങ്ങളിൽ ഊട്ടിയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഈ സൈസിലുള്ള പ്ലാന്റിന് 50 രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ചൈനീസ് ട്രംപറ്റ് വൈൻ പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 40 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ തരുന്നത്. ഇതാണ് വോങ്ക ക്രീപ്പർ പ്ലാന്റ്. ക്രീപ്പർ പ്ലാന്റിലെ രാജാവ് തന്നെയാണ്. നല്ല കളർഫുൾ ആയിട്ട് ഒത്തിരി പൂക്കൾ തരും. 80 രൂപയാണ് ഈ സൈസിൽ വരുന്ന തൈകൾക്ക് നമുക്ക് വില വരുന്നത്. അടുത്തത് ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്, അമേരിക്കൻ ജാസ്മിൻ. നല്ല പിങ്ക് കളറിലാണ് പൂക്കൾ തരുന്നത്. 70 രൂപയാണ് ഈ സൈസിലുള്ള അമേരിക്കൻ ജാസ്മിൻ്റെ ചെടികൾക്ക് റേറ്റ് വരുന്നത്. അടുത്തത് യെല്ലോ ജാസ്മിൻ ആണ്. കമേലി യെല്ലോ പോലെ സിംഗിൾ പെറ്റലിൽ നിറയെ പൂക്കൾ തരുന്ന യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റിന് 70 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് മണിമരുതാണ്. മണിമരുതിൻ്റെ ചെടികൾക്ക് നമുക്ക് 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ചെറിയൊരു തണൽമരമായിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്താൻ നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് പാഷൻ ഫ്ലവറിൻ്റെ റെഡാണ്, അല്ലെങ്കിൽ കൃഷ്ണകമലം റെഡ്. 60 രൂപയാണ് റെഡിന് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇത് ബോവർ വൈൻ്റെ പിങ്ക് ആണ്. സീസൺ ആയി കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ചെറിയ പ്ലാന്റ് ആണ്, പക്ഷേ നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 160 രൂപയ്ക്കാണ് ഈ ആഴ്ചത്തെ ഒരു ഓഫറിൽ അയച്ചു തരാൻ പോകുന്നത്. ഇത് കക്കടമുല്ലയാണ്. കക്കടമുല്ലയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണുള്ളത്. 70 രൂപയ്ക്കാണ് ഈ സൈസിലുള്ള പ്ലാന്റ് അയക്കുന്നത്. പെട്രിയ പ്ലാന്റിൻ്റെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആദ്യത്തേതാണ് ഈ കാണുന്ന ബ്ലൂ കളറ്. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. പിന്നെ വരുന്നത് വൈറ്റ് ആണ്, പെട്രിയ വൈറ്റ്. ഇനി അടുത്തത് കോഞ്ചിയ അല്ലെങ്കിൽ പെട്രിയയുടെ പിങ്ക് ആണ്. 3ൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ്, പിങ്ക്, വയലറ്റ്. ഓരോന്നിനും 70 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല ക്രീപ്പർ പ്ലാന്റ്സ് ആണ് 3. ഇനി അടുത്തത് വരുന്നത് ജേഡ് വൈൻ ആണ്. ജേഡ് വൈൻ്റെ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ല തൈകൾ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ലെങ്ത് ഉള്ള പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ഉള്ള വള്ളികളെല്ലാം കെട്ടി വെച്ചേക്കുന്നത് കൊണ്ടാണ് നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത് മനസ്സിലാവാത്തത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ലെങ്ത് വന്നിട്ടുള്ള പ്ലാന്റ്. ഇതിന് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ 650 രൂപയാണ് റേറ്റ് വരുന്നത്. സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് റെഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ ആവുമ്പോൾ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും നിലത്ത് തടവെടുത്തും
ബോർഡർ പ്ലാന്റ് ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കാണിച്ചു തരാം. ഇതാണ് ഇംപേഷ്യൻസ് റിപ്പൺസ്. 50 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. മഴയും വെയിലും കുഴപ്പമില്ലാതെ ഒരുപോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ കാണുന്ന ഇംപേഷ്യൻസ് റിപ്പൺസ്. ഇതാണ് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ ടുമോറോ. നല്ല പൂക്കൾ തരുന്ന, നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ 3 കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിയുടെ വെരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ പൂക്കൾക്ക് അത്യാവശ്യം സ്മെല്ലും ഉണ്ട്. ഇതിന് നമുക്ക് 60 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ലയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപ റേറ്റ് വരുന്നുള്ളൂ. നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നാടൻ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ, നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. 100 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് പാരിജാതത്തിൻ്റെ പ്ലാന്റ് ആണ്. പാരിജാതവും നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു നല്ല പ്ലാന്റ് ആണ്. രാത്രിയിലാണ് പൂക്കൾ വിരിയുന്നത്. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്കെല്ലാം സാധാരണയിൽ കൂടുതൽ സ്മെല്ലുണ്ടാവും. ചെറിയ പൂക്കളാണ്, പക്ഷെ ഒരുപാട് പൂക്കളുണ്ടാവും. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 170 രൂപയ്ക്കാണ് ഓഫർ റേറ്റിൽ തരാൻ പോകുന്നത്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഫയർ വർക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് 50 രൂപയ്ക്കാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്തോളൂ കേട്ടോ.